ഇന്നത്തെ വചനചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. യേശു ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളും ആത്മാവിലൂടെയാണ്. കാരണം ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു എന്ന് വെച്ചാൽ പാപത്തിലായ മനുഷ്യൻ ജഡികനായിരിക്കുന്നത് പോലെ, അതായത് ജഡത്തിൽ ആശ്രയിച്ച് ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് പോലെ ആത്മാവിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. അതുകൊണ്ട് ദൈവം ആത്മാവാകുന്നു. അങ്ങനെ ആത്മാവിൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ദൈവത്തെ പോലെ മനുഷ്യനും ആത്മാവിൽ ജീവിച്ച് പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശു തൻ്റെ ദൗത്യമായിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ കൊടുത്ത നിർദ്ദേശമാണ് നാം ഇന്ന് വായിച്ചത്. പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇത് കേൾക്കുന്ന നാം ഓരോരുത്തരോടും ഈ പ്രഭാതത്തിൽ സംസാരിക്കുകയാണ്. നമ്മൾക്കും ക്രിസ്തീയ ജീവിതം പൂർണ്ണമാക്കണമെങ്കിൽ ഈ ആത്മാവിൻ്റെ തികവ് നമ്മളിൽ വേണം. നമ്മുടെ വീണ്ടും ജനനത്തിന് ആത്മീയ വളർച്ചയ്ക്ക് പിന്നിലെ ശക്തി ഈ പരിശുദ്ധാത്മാവാണ്. പിതാവും പുത്രനും സ്വർഗത്തിൽ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നമ്മോടൊപ്പം നമ്മുടെ ഉള്ളിൽ വസിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റുന്നു. അതുകൊണ്ടാണ് ഈ യുഗത്തെ പരിശുദ്ധാത്മ യുഗമെന്ന് നാം വിളിക്കുന്നത്. ദൈവത്തെ അറിയുവാനും വചനത്തിൽ ആഴപ്പെടുവാനും പാപബോധം നേടി വിശുദ്ധിയിൽ ജീവിപ്പാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആത്മാവിൻ്റെ ആ കൃപയ്ക്കായി, ആ സഹായത്തിനായി കൂടുതലായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ.